ഹോയ് ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? എല്ലാവരും നല്ല ഹാപ്പി ആയിട്ടിരിക്കൂ. ഇന്ന് നമ്മൾ ഉള്ളത് റിവർ ഫ്രണ്ട് എന്ന് പറയുന്ന ഒരു റിസോർട്ടിലാണ്. നമ്മളിവിടെ രാവിലെ എത്തിയപ്പോൾ തന്നെ നമുക്ക് തന്നത് നല്ല കിടിലൻ ഫുഡാണ്. കണ്ടില്ലേ, ഇഡലി, ബ്രെഡ്, ജാം, മക്രോണി. മക്രോണി എന്താണെന്നുള്ളത് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. നിങ്ങൾ എന്താണെന്നുള്ളത് കമന്റ് ചെയ്യും. ഇത് കണ്ടോ ഗൈസ്, ഇതിൻ്റെ അകത്താണ് ഞാൻ ഇന്ന് താമസിക്കാൻ പോകുന്നത്. ഇതിൻ്റെ അകത്ത് 2-3 റൂമുണ്ട്. പക്ഷേ റൂമൊന്നും ഞാൻ കാണിക്കൂല, കാരണം അതിൻ്റെ അകത്ത് ഫുൾ ബാഗും ഡ്രസ്സും ഒക്കെ ആയിട്ട് ഫുൾ അലങ്കോലപ്പെട്ട് കിടക്കുവാണ്. ഓ ഗായ്സ്, നല്ല കിടിലം സ്വിമ്മിംഗ് പൂള്. ഇന്ന് എന്തായാലും നമ്മൾ കുളിനാറുകളെ എല്ലാം പിടിച്ച് വെള്ളത്തിൽ മുക്കിയെടുക്കുന്നതായിരിക്കും. എല്ലാ പരിപാടിയും കഴിഞ്ഞ് രാത്രി വന്നിട്ട് നമുക്കതൊക്കെ ചെയ്യാം. ഇതെന്താണെന്ന് മനസ്സിലായോ ഗായ്സ്? ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. ഇത് പെണ്ണുങ്ങൾക്ക് വട്ടം കൂടി ഇരുന്ന് നുണ പറയാനുള്ള ഒരു സ്ഥലമാണ്. കൊള്ളാല്ലേ, നല്ല സ്ഥലം. ഇത് അമ്പ് വിടാനുള്ള സാധനമാണ്. ഇവിടെ ശ്രേയാറ്റി അമ്പ് വിടാൻ പോവാണ്. ശ്രേയാറ്റിയുടെ അമ്പ് ഇന്ന് പോയില്ല ഗൈസ്, പാവം. ഊഞ്ഞാലാടാലോ ഗായ്സ്, ഇത് ഇവിടുത്തെ കിൻഡർ ഗാർഡൻ ആണ്. കണ്ടോ കുട്ടികൾ കളിക്കുന്നത്. മടൽ വെട്ടി 2 അടി കൊടുക്കട്ടെ ഗൈസ്, ചുമ്മാ ഒരു രസത്തിന്. ഗായ്സ്, അങ്ങനെ നമ്മൾ പോവുകയാണ് വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാനായിട്ട്. ഇവിടെ നിന്ന് കുറച്ച് ദൂരം പോകണം നമുക്ക്, എന്നാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ ഗൈസ്, പാവം ഞാൻ 10 ദിവസത്തെ ടൂറായപ്പോൾ തന്നെ ഉണങ്ങിച്ചാകാറായി. ഗായ്സ്, അങ്ങനെ പോകുന്ന വഴിക്ക് പോലീസ് നമ്മളെ കൈ കാണിച്ചു. എന്നിട്ട് 500 രൂപയുടെ പറ്റി സന്തോഷത്തോടെ അടിച്ചു തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ സന്തോഷത്തോടെ അത് സ്വീകരിച്ചിട്ടുണ്ട്. സന്തോഷം. അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് ഭയങ്കര ചർച്ചയാണ്. ഷാൻ ചേട്ടനും നജിതയും കൂടെ. എന്താണെന്നല്ലേ, ഭൂമി എങ്ങനെ അവസാനിക്കും? പിന്നെ മന്ദബുദ്ധികൾ തമ്മിലുള്ള ചർച്ച ആയതുകൊണ്ട് ഞാനതിൽ ഇടപെടാൻ പോയില്ല. എന്നാലും എങ്ങനെയായിരിക്കും ഗൈസ് ഭൂമി അവസാനിക്കാൻ പോകുന്നത്? നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടോ? എന്നാൽ നിങ്ങൾ കമന്റ് ചെയ്യൂ. ഗായ്സ്, നമ്മളങ്ങനെ വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യുന്ന സ്പോട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഇവിടെയാണ് നമ്മൾ ഇന്ന് വാട്ടർ ആക്ടിവിറ്റീസ് ചെയ്യാൻ പോകുന്നത്. ഗായ്സ്, സംഭവമൊന്നുമില്ല, റിവർ റാഫ്റ്റിംഗ് സംഭവമൊക്കെ തന്നെയാണ്. ഇത് ചെയ്തിട്ട് ഇതിൻ്റെ ഫോട്ടോയും വീഡിയോയും എടുത്തതിന് 800 രൂപ ഞങ്ങളിന്ന് അതിൻ്റെ ഗൈഡ് മേടിച്ചു. അവൻ എടുത്തു വെച്ച വീഡിയോ ഞാൻ കാണിച്ചു തരാം. കുന്തയല്ല മൊന്ത, അവൻ്റെ ഒരു പൊട്ട വീഡിയോ. ഇതിനാണ് 800 രൂപ. ഗായ്സ്, പൈസ കൊടുത്ത് മേടിച്ച ഞാനാണ്. 80 രൂപ വെച്ച് 10 പേർക്കുള്ള വീഡിയോ. അതിലെനിക്ക് 400 രൂപ മാത്രമേ പിരിഞ്ഞു കിട്ടിയിട്ടുള്ളൂ. എൻ്റെ കൂടെ അന്നുണ്ടായിരുന്ന കുട്ടികളുടെ ശ്രദ്ധയ്ക്ക് എൻ്റെ ഫോൺ നമ്പർ തന്നെയാണ് എൻ്റെ ജിപേ നമ്പർ. നിങ്ങൾ പൈസ അയച്ച് സഹകരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ ഗായ്സ്, അങ്ങനെ നമ്മളെല്ലാം കഴിഞ്ഞ് തിരിച്ചു പോവുകയാണ്. അങ്ങനെ നമ്മൾ ബസ്സിലെത്തിയപ്പോഴത്തേക്കും നമ്മളെ ബസ്സിൻ്റെ അകത്ത് കയറ്റൂല എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഡ്രസ്സിലൊക്കെ വെള്ളമാണ്. വെള്ളവും വെച്ച് സീറ്റിൽ ഇരിക്കാൻ പറ്റില്ല. പിന്നെ നമ്മൾ അത് എങ്ങനെയെങ്കിലുമൊക്കെ ഉണക്കാൻ വേണ്ടിയിട്ട് ഉള്ള പരിപാടിയായിരുന്നു. ഇത് കണ്ടോ, തലയിൽ തുണിയൊക്കെ ഇട്ട് വെയിലത്തോടെ നടക്കുന്നത്. നമ്മൾ എങ്ങനെയെങ്കിലുമൊക്കെ ഉണക്കണം. നമ്മളെന്തായാലും ഉണക്കി. ഗായ്സ്, അങ്ങനെ നമ്മൾ തിരിച്ച് റിസോർട്ടിലേക്ക് എത്തിയപ്പോഴത്തേക്കും നല്ല കുശാൽ ഫുഡായിരുന്നു. ചപ്പാത്തി, ബിരിയാണി, ചിക്കൻ, പിന്നെ നല്ല കിടുക്കാച്ചി കേസരി, അടിപൊളി. ഗായ്സ്, അങ്ങനെ നമ്മളൊന്ന് കിടന്നുറങ്ങിയിട്ട് വന്നപ്പോഴത്തേക്കും വെള്ളം കാണാത്ത പിള്ളേരെല്ലാം വെള്ളം കളിയാണ്. അവരെന്തായാലും കളിച്ചോട്ടെ, നമുക്കൊരു സൈഡിൽ മാറിയിരിക്കുക. എനിക്ക് ഇത്രയും പേരെയൊക്കെ കുളിക്കുന്ന വെള്ളത്തിൽ എങ്ങനെയാണ് ഗൈസ് ഇറങ്ങാൻ പറ്റുന്നത്? എന്നെ കൊന്നാലും ഞാൻ ഈ വെള്ളത്തിൽ ഇറങ്ങൂല. നമുക്ക് ഏതെങ്കിലും സൈഡിൽ ഇരുന്ന് വീഡിയോസൊക്കെ എടുക്കാം. അയ്യോ ഗായ്സ്, അയ്യോ, കുരുത്തം കെട്ടവന്മാർ എന്നെയും പൊക്കി ഗായ്സ്. അയ്യോ, ഞാൻ വെള്ളത്തിൽ ഇറങ്ങൂലെന്ന് വിചാരിച്ചിരുന്നതാണ്. പക്ഷേ എന്നെയും പൊക്കി. ഞാൻ ആദ്യമായിട്ടാണ് ഒരു സ്വിമ്മിംഗ് പൂളിലൊക്കെ ഇങ്ങനെ ഇറങ്ങുന്നത്. എന്തായാലും കുഴപ്പമില്ല, വരാനുള്ളത് വഴി തങ്ങില്ലല്ലോ ഗൈസ്. നനഞ്ഞതല്ലേ, ഇനി എന്തായാലും കുറച്ച് കുളിച്ചിട്ട് കയറാം. ഇത് കണ്ടോ ഗൈസ്, വെള്ളത്തിൽ വീണ മുള്ളം കോഴി പോലെ പാവം ഞാൻ. എന്താണ് അഭിപ്രായം? നല്ല അഭിപ്രായമാണ്, വളരെ നല്ലൊരു വെള്ളം, വളരെ നല്ലൊരു അഭിപ്രായം. എന്താണെന്ന് അറിയില്ല ഗൈസ്, ഇടയ്ക്കിടയ്ക്ക് സ്വിമ്മിംഗ് പൂൾ അങ്ങ് ചൂടാവും. ഏത് അത് തന്നെ. ഈ കുരുത്തം കെട്ടവന്മാർ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലുമൊക്കെ ഒപ്പിക്കുമായിരിക്കും വെള്ളത്തിൽ. നമുക്കെന്തായാലും പെട്ടെന്ന് തന്നെ കയറാം. അങ്ങനെ നമ്മൾ വെള്ളത്തിൽ നിന്നും പുറത്ത് കയറിയപ്പോൾ ഇവിടെ ഭയങ്കര ഡാൻസാണ്, DJയും ഡാൻസും. അങ്ങനെ നമ്മളും പോയി 2 ഡൂംബുജായ സ്റ്റെപ്പൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ പെൺപിള്ളേരുടെ ഡാൻസാണ്. ഇതിന് നേതൃത്വം കൊടുക്കുന്നത് അജയ് യോഗേഷ് എന്ന് പറയുന്ന ഒരുത്തനാണ്. ഇവൻ എൻ്റെ കൂട്ടത്ത് 2 വർഷം ഹോസ്റ്റലിൽ ഒരു മുറിയിൽ എൻ്റെ കട്ടിലിൻ്റെ അടുത്ത് കിടന്നവനാണ്. എന്നിട്ട് എനിക്ക് 2 സ്റ്റെപ്പ് പോയിട്ടൊരു മുദ്ര പോലും എനിക്ക് കാണിച്ചു തന്നിട്ടില്ല. എന്നിട്ട് ഇപ്പം കിടന്ന് പൂണ്ട് വിളയാണ്. ഇവനെ അങ്ങനെ വളരാൻ വിട്ടൂടാ ഗൈസ്, വിട്ടൂടാ.
എല്ലാം കഴിഞ്ഞ് നമ്മൾ ഫുഡ് കഴിക്കാൻ പോയി. ഉച്ചയ്ക്കുള്ള ചപ്പാത്തി, ബിരിയാണി, ചിക്കൻ എല്ലാം അതേപോലെ തന്നെ ഉണ്ട്. സന്തോഷം. ഇനി ഒരു ചെറിയ കേക്ക് കട്ടിങ് പരിപാടിയാണ്. അതായത് നമ്മുടെ ഈ ടൂറിൻ്റെ ഒരു ആഘോഷമാണ്. അങ്ങനെ കേക്കെല്ലാം കട്ട് ചെയ്തപ്പം കേക്ക് തിന്നാനായിട്ടുള്ള ഭയങ്കര തിരക്കായിരുന്നു. പക്ഷേ തിക്കി നമുക്ക് ഒരു ചെറിയ പീസ് കേക്ക് കിട്ടി. പിന്നെ എല്ലാവരും കേക്ക് കഴിക്കുന്ന വീഡിയോ ഒക്കെ ഭയങ്കര ഭയാനകമായിരുന്നു. കുറേയൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട്. എന്തായാലും കൊള്ളാം. അപ്പോൾ നമ്മൾ പിന്നെ ഇങ്ങനെ കേക്കൊക്കെ വാരി വാരി കഴിക്കുന്നുണ്ടായിരുന്നു. 5-6 കഷ്ണമൊക്കെ ഞാൻ കഴിച്ചിട്ടുണ്ട്. ഇനി എന്നെ കൊണ്ട് താങ്ങില്ല. കാരണം ഞാൻ നല്ല ഫുഡ് നേരത്തെ കഴിച്ചിട്ടുണ്ടായിരുന്നു. ഞാനാണ് ഗൗരലക്ഷ്മി. ഇതാണ് ഗംഗ അജയ്. എന്താ പറയാനുള്ളത്? എനിക്ക് ഇങ്ങനെ പറയാൻ അറിഞ്ഞൂടാ. ഗായ്സ്, ഇവിടെ ഒരു ചെറിയ ബാർബിക്യൂ സെറ്റപ്പ് ഒക്കെ ഉണ്ട്. നമ്മുടെ കാർത്തിക ചിക്കനൊക്കെ റെഡിയാക്കുകയാണ്. അപ്പോൾ നമ്മുടെ കോഴിക്കുട്ടന്മാർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. പക്ഷേ ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. ടീച്ചറും പിള്ളേരുമായിട്ട് ചെറിയൊരു വാക്ക് തർക്കമാണ്. വേറെ ഒന്നുമല്ല, നമ്മുടെ ഷെഡ്യൂൾ അനുസരിച്ച് ഗോവയിൽ പോവേണ്ടത് രാവിലെ 5 മണിക്കാണ്. പക്ഷേ മിസ്സുമാർ പറയുന്നു അവർക്ക് 9 മണിക്ക് വരാൻ പറ്റുള്ളൂ എന്ന്. പക്ഷേ നമുക്ക് 5 മണിക്ക് പോയാലേ അവിടെ നേരത്തേക്ക് എത്താൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ അതിൻ്റെ ചർച്ചയിലാണ് ഗൈസ്. എന്തെങ്കിലുമൊക്കെ ആവട്ടെ, നമുക്ക് 2 ദിവസം ചിക്കനും കഴിച്ചിട്ട് കിടന്നുറങ്ങാം. അപ്പോൾ എന്തായാലും ഞാൻ പോവുകയാണ്. നിങ്ങളും പോയി കിടന്നുറങ്ങിക്കോ. ശരി എന്നാൽ, ബൈ ബൈ.